എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മംഗോളിയയുടെ ക്യാപിറ്റലായ ഉലൻബത്താറിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ മംഗോളിയയിലാണ്. മംഗോളിയയിൽ ഉലൻബത്താറിലല്ല, ഉലൻബത്താറാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അല്ല, ഒയ്റ്റോൽഗോ എന്ന് പറഞ്ഞ മൈൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ചു പോകാൻ 1 hour ദൂരമുണ്ട്. അതിനു മുമ്പ് ഒരു 7 കൊല്ലം ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ജോലി ഇവിടെ കിട്ടി. ഇങ്ങോട്ട് പോകാൻ നേരത്ത് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആഫ്രിക്കയിലുള്ള സ്ഥലമല്ലേ എന്നാണ്. ആക്ച്വലി ഇത് ആഫ്രിക്കയിലല്ല, ഇത് ഏഷ്യയിലാണുള്ളത്. റഷ്യക്കും ചൈനയ്ക്കും ഇടയിലെ കിടക്കുന്ന രാജ്യമാണ് മംഗോളിയ എന്ന് പറയുന്നത്. മംഗോളിയയിലെ പോപ്പുലേഷൻ വരുന്നത് 3.5 മില്യൺ ആൾക്കാരാണ് മൊത്തത്തിൽ. ഈ കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന UB അതല്ലെങ്കിൽ ഉലൻബത്താർ തന്നെ ഏകദേശം 1.71 മില്യൺ ആൾക്കാരുണ്ട്. അതായത് മംഗോളിയയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 35 ലക്ഷം ആൾക്കാരാണ് മൊത്തം രാജ്യത്തിന്റെ പോപ്പുലേഷൻ. ഒന്ന് ഓർക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35 മില്യൺ ആണ്, 3.5 കോടി ആൾക്കാർ. അപ്പോഴാണ് ഈ മൊത്തം രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 35 ലക്ഷം ആവുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഒരു 30% ആൾക്കാർ നൊമാഡ്സ്, അതായത് നാടോടികൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവര് ഒരു സ്ഥലത്ത് താമസിക്കില്ല, അവര് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഗിർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് വീടുണ്ട്. അത് മൊബൈലാണ്. അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി വേറൊരിടത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള താമസ സൗകര്യം അവർക്കുണ്ടാക്കും. മംഗോളിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്മറാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് സമ്മർ. ആ സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഇന്ത്യൻ എംബസിയാണ് മംഗോളിയയിലെ, അതായത് UBയിലെ അവരുടെ ക്യാപിറ്റലായിട്ടുള്ള UBയുടെ ഇന്ത്യൻ എംബസി. ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. തമിഴ്നാട്ടിലുള്ള ഒരാളാണ് ഇത് നടത്തുന്നത്. മംഗോൾ എംപയർ അല്ലെങ്കിൽ ചെങ്കിസ്-ഖാനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെങ്കിസ് ഖാൻ 1206 തുറക്കമിട്ട മംഗോൾ എംപയർ പിന്നെ പലരുടെ കാലങ്ങളായിട്ട് ലോകത്തിന്റെ ഭൂമിയുടെ 22% സ്ഥലവും പിടിച്ചിറക്കിയിരുന്നു. മംഗോളിക്കാരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് നാദം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നാദം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. കുറേ ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണത്. അതിൽ മംഗോളിയൻ റെസ്ലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഗുസ്തി പോലുള്ള ഒരു ഐറ്റമാണ്. അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഉള്ള ഒരു ഗുസ്തിയാണ്. ആ ഗുസ്തിയിൽ 2 പേരും തമ്മിൽ മത്സരിക്കും. മത്സരിക്കുന്നവരിൽ ആരുടെ കാൽപാദം ഒഴിച്ചുള്ള ശരീരഭാഗമാണോ തറയിൽ തൊടുന്നത് അവര് തോക്കും. അങ്ങനെയാണ് മംഗോളിയൻ റെസ്ലിംഗ് വരുന്നത്. ഹോഴ്സ് റേസിംഗ് അല്ലെങ്കിൽ കുതിരോട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. നാദം ഫെസ്റ്റിവലിലുള്ള കുതിര, ഇവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ കുതിരകളുള്ള ഒരു രാജ്യമാണ് മംഗോളിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളെക്കാട്ടിയും കൂടുതൽ പോപ്പുലേഷൻ കുതിരകളുണ്ട്. ഏറ്റവും കൂടുതൽ വൈൽഡ് ഹോഴ്സസ്, കാട്ടുകുതിരകളുള്ള ഒരു രാജ്യമാണ് മംഗോളിയ. പിന്നെ അമ്പെയ്ത്തുണ്ട്. അമ്പെയ്ത്ത് ഇവരുടെ ഒരു മെയിൻ ഐറ്റമാണ്. കുതിരയുടെ മേളിൽ നിന്നൊക്കെ അമ്പെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ പ്രഗത്ഭരായിരുന്നു പണ്ടത്തെ കാലത്ത്. കുതിരപ്പാല് പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മദ്യം ഇവർക്കുണ്ട്. നിലക്കെന്നാണ് പേര്. നമ്മുടെ കള്ള് പോലെ ഇരിക്കും, വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അത് ഇവിടുത്തെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ അവർ കുടിക്കുന്ന ഒരു ഐറ്റമാണ്. വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. മൈൽഡ് ആൽക്കഹോൾ കണ്ടന്റ് ആണ്. 0.7 മുതൽ 2% വരെ ആൽക്കഹോൾ കണ്ടന്റ് ആണ് അതിനുള്ളത്. പിന്നെ ഉലൻബത്താറിനെ പറ്റി പറയുമ്പോൾ ലോകത്തെ ഏറ്റവും തണുത്ത ക്യാപിറ്റലാണ് ഉലൻബത്താർ എന്ന് പറയുന്നത്. ഒരുപാട് ഒട്ടകങ്ങളുള്ള സ്ഥലമാണ് മംഗോളിയ. മംഗോളിയയിലെ ഒട്ടകങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഈ കാണുന്ന പ്രതിമകൾ പോലെ ഡബിൾ ഹംപ്ഡ് ആണ്, 2 കൂലുണ്ട്.